ഞങ്ങളുടെ ഒരു ഏർവാടി യാത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അതിൽ രാത്രി ഒരു 2 മണി 2:30 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഏർവാടിയിലേക്ക് പോകുന്നത്. എപ്പോഴും പാലക്കാട് പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ റൂട്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം നമ്മൾ പോയത് മൂന്നാർ റോഡാണ്. പക്ഷേ മൂന്നാറിലേക്ക് ടച്ച് ചെയ്യേണ്ട, അവിടുന്ന് നമ്മൾ രാജകുമാരി റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. അവിടെ കാണാനൊക്കെ നല്ല രസം കേട്ടോ, മലകളും നമ്മൾ ചുരം ഇറങ്ങണേ. അപ്പോൾ നമുക്ക് നൈറ്റ് ആയത് കൊണ്ടിട്ട് ഇതെന്ത് റോഡ് എന്ന് വിചാരിച്ച് ഇങ്ങനെ പോവായിരുന്നു. കാരണം ഞങ്ങൾ പാലക്കാട് പൊള്ളാച്ചിയൊക്കെ പോകുന്ന സമയത്ത് സ്ഥിരം നമ്മളെല്ലാ കൊല്ലവും പോകുന്നതാണ്. അപ്പോൾ സ്ഥിരം നമുക്കൊരു സ്പോട്ടുണ്ട്. അവിടെ നമ്മൾ എത്തുമ്പോൾ ചായയൊക്കെ കുടിച്ച് നല്ല ചില്ലായിട്ട് തന്നെ പോകുന്നത്. പക്ഷേ ഈ റൂട്ട് പോയപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു മൂഡായിരുന്നു. അയ്യോ, ഒന്നും കാണാനും പറ്റണില്ല, ഒന്നാമത് രാത്രിയാണല്ലോ. പക്ഷെ നേരെ അങ്ങോട്ട് വെളുത്തങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇത്ര ഭംഗിയായിരുന്നു ഈ സ്ഥലം എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അടിപൊളി റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ ആലുവയിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആലുവയിൽ നിന്ന് വരുമ്പോൾ കുറച്ചും കൂടി കിലോമീറ്റർ കുറവും നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റുന്നതും ഈ ഒരു റൂട്ടാട്ടോ. അപ്പോൾ ഇത് നല്ലൊരു റൂട്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം പോയപ്പോൾ വല്ലാത്തൊരു ഇതായിരുന്നു, ഇതെങ്ങനെ അവിടെ വരെയും എത്തും, ഒരു രസമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് കടകളും എല്ലാം കാണാൻ, നൈറ്റൊക്കെ ഓപ്പണിംഗ് ആയ കടകളൊക്കെ കാണാം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നൈറ്റ് പിന്നെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു ഈ വഴി കൂടെ ഉള്ളൊരു യാത്ര. ഈ റൂട്ട് സൂപ്പറാട്ടോ. അപ്പോൾ അങ്ങനെ നേരമൊക്കെ വെളുത്തിങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഭംഗി എന്താണെന്ന് മനസ്സിലായേ. ഒരു കിടിലം കോടയും അതുപോലെ തന്നെ നല്ലൊരു പ്രത്യേക അറ്റ്മോസ്ഫിയർ, നല്ല രസമായിരുന്നു. നമുക്ക് ഇതൊന്നും ആ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും സിയാറത്തിനായിട്ട് ഏർവാടിയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി റൂട്ടാണ്. മൂന്നാർ റോഡ് പോയി നമ്മൾ അടിമാലി ആ വഴിയാണ് നമ്മൾ പോകുന്നത്. അവിടെ വന്നിട്ട് രാജകുമാരി റോഡ് നമ്മൾ തിരിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല കോടയാട്ടോ ഫുള്ളും. നല്ല രസമായിരുന്നു. നമുക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല, അത് കണ്ട് തന്നെ മനസ്സിലാക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. അത്രയും ഭംഗിയായിരുന്നു. പിന്നെ രസമാണല്ലോ എല്ലാവരും കൂടി ട്രിപ്പിന് പോകുമ്പോഴൊക്കെ. നമ്മൾ സിയാർത്ത് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പോയത്. അവിടെ നിന്ന് കൊടൈക്കനാലൊക്കെ നമ്മൾ നിന്നിട്ടാണ് പോയിച്ചത്. അപ്പം നല്ല ഭംഗിയായിരുന്നു സ്ഥലങ്ങൾ കാണാനായിട്ട്. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്തോറും ആ സ്ഥലങ്ങളുടെ ഭംഗി നമുക്കിങ്ങനെ കൂടി വരുമായിരുന്നു. അത്ര നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ യാത്രയിൽ മാത്രമല്ല, ഉമ്മച്ചിയും വാപ്പച്ചിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, കോട ഇങ്ങനെ ഇറങ്ങി വരുന്നതോ പൊങ്ങി വന്നതോ എന്തോ കണ്ടോ, ഇതാ നിൽക്കുന്ന ആ വൈറ്റ് ഇതിൽ നിൽക്കുന്നത് ഫുള്ള് കോട കേട്ടോ. നേരിട്ട് കാണണം, അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. അത് എത്ര പറഞ്ഞാലും മനസ്സിലാവും. ഞാൻ ഇങ്ങനെ പറയണത് അത്രയും ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു റൂട്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് പ്രകൃതിയുടെ ഭംഗിയൊക്കെ കൂടുതലും ആസ്വദിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു റൂട്ട് തന്നെ പോകാൻ നോക്കുക. പിന്നെ ഒത്തിരി കിലോമീറ്റർ നമുക്ക് കുറവായിട്ടാണ് ഈ ഒരു റൂട്ട് കാണിച്ചത്. മഞ്ഞായതുകൊണ്ട് ഗ്ലാസ്സൊന്നും തുറന്നിട്ടില്ലായിരുന്നു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ്സൊന്നും തുറക്കാനോ പറ്റുന്നില്ല. നല്ല തണുത്തിരുന്നിട്ട് നമുക്ക് അയ്യോ കയ്യൊക്കെ നല്ല ഇതായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്ലാസ് തുറന്നിട്ട് പോകാനൊന്നും പറ്റണ്ടായില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മളിതൊക്കെ ഒന്ന് തണുത്താലും വേണ്ടിയില്ല എന്ന് വിചാരിച്ച് തുറന്നൊക്കെ നോക്കി. നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ഥലമൊക്കെ കാണാനായിട്ട്. ഇത് കണ്ടോ, കോട നിൽക്കുന്നുണ്ടോ. പിന്നെ നമ്മൾ സ്ഥിരം വന്നു കഴിയുമ്പോഴേക്കും നിന്ന് ഏതെങ്കിലും ഒരു നമ്മുടെ പ്രഭാത കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിലൊക്കെ നമ്മൾ നിർത്തി നമ്മളൊന്ന് ഫ്രഷായി
പക്ഷേ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോവാട്ടോ. നമ്മൾ ഈ ഒരു യാത്രയിലെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും പോകുന്ന സമയത്ത് ഫുഡൊക്കെ നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ കരുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഉമ്മച്ചി ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കിയായിരുന്നു. നമ്മൾ 2 മണിക്കായിരുന്നല്ലോ ഇറങ്ങിച്ചത്. അപ്പോൾ ആ ടൈമിൽ എല്ലാം റെഡിയാക്കി പാക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഒന്ന് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ലൊരു സ്പോട്ട് കിട്ടിയാലാണ് നമുക്കവിടെ ഒന്ന് നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കാനും പിന്നെ ഉച്ചക്കലത്തേക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ രാവിലത്തെ ഇഡ്ഡലി ചട്നി നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾ പൊന്നരിയാണ് വാങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെയൊക്കെ യാത്രയിൽ പെട്ടെന്ന് നമ്മുടെ സാധാ ഇവിടുത്തെ അരിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പൊന്നരിയൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. പിന്നെ ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ പൊന്നരി കഴിച്ചാൽ വയറിന് ഇഷ്യൂസ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണത്. അപ്പോൾ ഇത് ഏതോ ഒരു സ്കൂളിൻ്റെ പറമ്പാട്ടോ ഏതാണെന്നറിയില്ല. അവിടെ ഒരു എന്താണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മളവിടെ ഇറങ്ങി ചെയ്തതാണ്. അപ്പോൾ പൊന്നരി ഒരു നെയ്ച്ചോറ് രീതിയിലാണ് വെച്ചത്. പിന്നെ ഉമ്മച്ചി ചിക്കൻ പൊരിച്ചുകൊണ്ടാണ് വന്നേച്ചത്. അപ്പോൾ നമുക്ക് പൊരിച്ചുകൊണ്ട് വന്നുകൊണ്ടിട്ട് എളുപ്പത്തിൽ നമുക്ക് ഗ്രേവി ഉണ്ടാക്കി ഒരു ബിരിയാണി മോഡലിലാണ് നമ്മൾ വെച്ചേച്ചത് കേട്ടോ. കണ്ടോ, പെട്ടെന്ന് നമുക്ക് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചല്ലോ, ഇഡ്ഡലിയും ചട്നിയും നമ്മൾ കഴിച്ചു. അച്ചുവാണെങ്കിൽ അവിടെ നിന്ന് ഡാൻസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്, പാട്ടും പാടി ഡാൻസും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേന പൊന്നേരി കൊണ്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി. പിന്നെ ചിക്കൻ പൊരിച്ചു കൊണ്ടുവന്ന കാരണം പെട്ടെന്ന് നമുക്ക് കറിയാക്കാനായിട്ട് പറ്റി, ഗ്രേവി വെച്ച്. അവിടെ ഉറക്കമുണ്ട്, രാവിലെ 2 മണിക്ക് നമ്മൾ ഇറങ്ങിയതല്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും ഡിക്കിയിലെല്ലാം ഒരുക്കി പോവാണ്. എനിക്ക് ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അധികം ഇതൊന്നുമില്ല, അത് വണ്ടികളാണ്. നമ്മൾ തമിഴ്നാട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി നമ്മുടെ ഇവിടെ ഉള്ള തിരക്കുകൾ പോലുമില്ല. 2 സൈഡും നമുക്ക് ഇങ്ങനെ ഇതുപോലെ മലയും ഇതുപോലെ പച്ചപ്പൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല രസമാണ് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിങ്ങനെ യാത്രയ്ക്കൊക്കെ പോകാനും ഒക്കെ ഭയങ്കര എന്നാ മിററിൽ കാണാം. അപ്പം നമ്മളിങ്ങനെ പോവാണ്. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം യാത്ര ചെയ്യാനായിട്ട്. അയ്യോ, യാത്ര എന്ന് പറഞ്ഞാൽ അത്രയും പ്രാന്ത് എനിക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. സമയം ഏകദേശം നമ്മളൊരു 12:30 വെള്ളിയാഴ്ചയായിരുന്നു നമ്മൾ പോയേച്ചത്. അപ്പോൾ ജുമായുടെ ടൈമായിരുന്നു. പക്ഷേ ജുമായുടെ ടൈമായപ്പോൾ കറക്റ്റ് നമുക്ക് അവിടെ എത്താനും വാപ്സിക്കും ഹസ്ബൻഡിന് കാക്കും ജുമ കൂടാനൊക്കെ ആയിട്ട് സാധിച്ചു കേട്ടോ. കറക്റ്റ് നമ്മൾ ആ സ്പോട്ടിലെത്തിത്തേന. ഇതാണ് അവിടുത്തെ എൻട്രൻസാണ്, നമ്മൾ ദർഗയുടെ അങ്ങോട്ട് പോകുന്ന എൻട്രൻസാണ്. ഇത് നമ്മൾ റോട്ടിൽ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ദർഗയുടെ ഇതിലേക്ക് ഏർവാടി ദർഗ എന്നുള്ള ഇത് കാണാൻ പറ്റും. നമ്മളതിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റൂം നമുക്ക് നല്ലൊരു റൂം എടുക്കണമെന്ന് വിചാരിച്ച് പോയത്. നമ്മൾ സ്ഥിരം എടുക്കുന്ന റൂമുണ്ട്, പക്ഷേ അവിടെ നമുക്ക് റൂമും കിട്ടിയില്ല, ഫുള്ളായിരുന്നു. കാരണം നമ്മളിവിടെ എത്തിയപ്പോൾ അറിഞ്ഞത് ഇവിടെ ഉറൂസാണ്. നമ്മൾ വന്നതിൻ്റെ പിറ്റത്തെ ദിവസം ഉറൂസ നടക്കുന്നത്. അപ്പോൾ ഫുള്ള് എല്ലാവരും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അറിയില്ലായിരുന്നു ഉറൂസായിരുന്നെന്ന്. നമ്മൾ വന്ന ദിവസമാണ്, വന്നപ്പോഴാണ് അറിഞ്ഞത് നാളെ ഉറൂസ് അടയ്ക്കുകയാണെന്ന്. അപ്പോൾ താജ് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ ആണ് കേട്ടോ നമ്മൾ അതേന ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ ഈ നേരം ടൈമിലാണ് കേട്ടോ നമ്മൾ ഈ ചായ കുടിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഫുഡ് കഴിച്ചതൊന്നും എടുത്തിട്ടില്ല. കാരണം റൂമിൽ ചെന്ന് നമ്മളെല്ലാവരും ഫ്രഷായി ആദ്യം വാപ്പിച്ചി കാക്കയും വേഗം തന്നെ കുളിച്ച് പള്ളിയിലേക്ക് ഈ ജുമ കൂടാനായിട്ട് വേഗം തന്നെ പോയി. പിന്നെ അതിന് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് റൂമിലേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ദർഗയിലേക്ക് പോയത് കേട്ടോ. അവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ യാസിനൊക്കെ ഓതി വേഗം തന്നെ ഇറങ്ങി. കാരണം ചുറ്റും കുറച്ച് പള്ളികളുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോകാനായിട്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മളെടുത്ത റൂം. ഇത് വന്നിട്ട് നമുക്കൊരു 600 ആണ് റൂം റേറ്റ് വന്നേക്കുന്നത്. ഒരു റൂമിൽ 2 ബെഡാണ് കേട്ടോ ഉള്ളത്. നമുക്കത് ധാരാളം. നമ്മൾ പുറത്തായിരിക്കുമല്ലോ, പിന്നെ രാത്രി ഒരു ഇത്തിരി നേരം വന്ന് കിടക്കുന്നൊരിത്. ബാത്റൂമാണിത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്ര മെനകേടായിട്ടൊന്നും കിടക്കുന്നില്ല, നല്ലതായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി കാട്ടുപള്ളിയുണ്ട് അടുത്തായിട്ട് തന്നെ, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഇറങ്ങണം. അപ്പോൾ ഇനി മഗ്‌രിബിന് വന്നിട്ടായിരിക്കും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരാമെന്ന് വിചാരിക്കുന്നത്, എരവാടി ദർഗയിലേക്ക്. അപ്പോൾ ഇത് കാട്ടുപള്ളിയുടെ എൻട്രൻസ് അല്ല കേട്ടോ, നമ്മൾ ബാക്ക് സൈഡിൽ കൂടെയാണ് നിർത്തിയേക്കുന്നത് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ, ഫ്രണ്ട് പോർഷൻ. അപ്പോൾ നമ്മളിവിടെയും പോയിട്ടൊന്ന് സിയാറത്ത് ചെയ്തു. ഇതാണ് കേട്ടോ, ഈ ഒരു ഭാഗമാണ് എൻട്രൻസ് വരുന്നത്. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം കപ്പലണ്ടി കണ്ടു. അപ്പം അങ്ങനെ കപ്പലണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ എല്ലാ ഇതും കഴിഞ്ഞാൽ ചേച്ചി ഇറങ്ങുന്ന ടൈമിലാണ് കേട്ടോ നമ്മളെ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അർക്കസുമ്മ ജാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അവിടെയും പോയി. ആദ്യമൊക്കെ ഇവിടെ നമുക്ക് ഒത്തിരി നടന്നു വരുമായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഭാഗം വരെ നമുക്ക് വണ്ടി കയറാൻ പറ്റും. ആദ്യമൊക്കെ വഴി ഉണ്ടായില്ലായിരുന്നു, ചെറിയ പോർഷനൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യ ടൈമിലൊക്കെ വരുമ്പോൾ. ഓരോ ഇയറിലും വരുമ്പോൾ ഓരോ വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ദേ അവിടെ ഉള്ളൊരു ചെറിയൊരു കടയിൽ നിന്ന് പഴയ മിഠായികളുണ്ടല്ലോ, അങ്ങനെ നമുക്ക് ഇതൊന്നും നമ്മുടെ അവിടെ കാണുന്നില്ല കേട്ടോ, ഇങ്ങനത്തെ ഒന്നും. എന്തോ ഒരു മിഠായി. അപ്പം അങ്ങനെ എന്തൊക്കെയോ മിഠായികളൊക്കെ വാങ്ങി. പിന്നെ അവിടെ നമ്മൾ തിരിച്ചു പോകുന്നു. നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നൈറ്റ് നമ്മൾ ചിക്കൻ്റെ ബാലൻസ് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾക്കൊന്നും കൂടി ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ ചപ്പാത്തിയാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ബിരിയാണി ആയിരുന്നല്ലോ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്, അത് നമ്മൾ എല്ലാവരും കഴിച്ചു, റൂമിൽ തന്നെ വെച്ച് കഴിച്ചത്. പിന്നെ അവിടെ വെച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു മഗ്‌രിബിൻ്റെ ടൈമിലായപ്പോഴേക്കും അർക്കസുമ്മ ജാറത്തിൻ്റെ അവിടെ എത്തി. അതിനുശേഷം തിരിച്ചു പോന്നപ്പോൾ നല്ലൊരു സ്പോട്ട് നമുക്ക് കിട്ടി കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ചിക്കൻ ഉമ്മിച്ചി പൊരിച്ചാണ് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ രാവിലെ ഉച്ചക്ക് ബിരിയാണിക്ക് എടുത്തത്. അപ്പം നൈറ്റ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പൊരിച്ചതായിട്ട് മാറ്റി വെച്ചത്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടി ഗ്രേവി ആയിട്ടിട്ട്. അപ്പോൾ ഞാനാണ് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നത്. ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉമ്മിച്ചിരി സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്രേവി വെക്കാം. നമ്മളെപ്പോഴും ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. കാരണം വയറിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പൈസ തന്നെ ആവുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ വെച്ച് നോക്കി നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കുറച്ച് ടൈം ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്പെൻഡ് ആകും എന്നുള്ളതുള്ളൂ. അല്ലാതെ നല്ല രസമായിരിക്കും. എന്താ പറയുക, നമ്മുടെ യാത്രയ്ക്കൊക്കെ നല്ലൊരു സുഖം ഉണ്ടാകും, വയറിന് നല്ല ആശ്വാസം ഉണ്ടാകും, പിന്നെ പൈസക്കും അത്ര വലിയ ചിലവുമില്ല. അപ്പോൾ ഇത് നമ്മൾ അർക്കസുമ്മ ജാറത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വരുന്നൊരു സ്പോട്ടാട്ടോ ഇത്. നല്ല സ്പേസ് ഉണ്ട്, നല്ല രസമാണത് ആ സ്ഥലം കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടോ, ഇതാണ് കേട്ടോ സ്പേസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പാത്രമൊക്കെ കഴുകി, പിന്നെ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും പള്ളിയിൽ പോയി ഒരു 1 മണി വരെ നമ്മൾ പള്ളിയിലായിരുന്നു കേട്ടോ നൈറ്റ്. അതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് വന്നത്. പിന്നെ രാവിലെ ആയപ്പോഴേക്കും ഒന്നും കൂടി സിയാറത്ത് ചെയ്തു ഇറങ്ങി.